കേരളത്തിൽ ഇതിപ്പോൾ ഒരു ട്രെൻഡാണ്. എന്ത് അറിയാം, കൊല ട്രെൻഡ് അഥവാ മനുഷ്യനെ കൊന്നിക്കാണ്ടുള്ള ഒരു മത്സരമാണോ എന്നുള്ള വരെ നമുക്കിവിടെ തോന്നിപ്പോകുന്നത്. കാരണം ദിവസം തോറും കൊലകൾ ഇങ്ങനെ കൂടുക എന്നല്ലാതെ ഇവിടെ കുറയുന്നില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കാണ്ട് നമ്മൾ സ്ഥിരമായിക്കൊണ്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ്. അവിടെ വെട്ടിക്കൊന്ന്, ഇവിടെ വെട്ടിക്കൊന്ന്, അവിടെ ബന്ധുവിനെ കൊന്ന്, അവിടെ നിന്ന് മറ്റേതാക്കി മറിച്ചതാക്കി. ഇപ്പോൾ ഇതൊക്കെയാണ് അമ്മായിമ്മ മരുമോളെ കൊന്ന്. എന്തിൻ്റെ പേരിൽ? ചായ നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ വൈകിയതിൻ്റെ പേരിലാണ്. സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ച് കണ്ട് മടങ്ങത്തിയെടുത്ത് കണ്ട് അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു തള്ളച്ചി സ്വന്തം മരുമോളെ വെട്ടി അങ്ങോട്ട് കൊന്നത്. അപ്പം എത്രമാത്രം ദുരിതമായിരിക്കും അവരുടെ വീട്ടിൽ ആ തള കൊണ്ടുണ്ടാവുന്നത്. എത്ര ഒരു കട്ടൻ ചായ, ഒരു ചായക്കും വേണ്ടിയിട്ട് സ്വന്തം മരുമോളെ കൊല്ലുന്നൊക്കെ ഇവിടെ പറയുമ്പോൾ ആ കൊല്ലണ നേരം, ആ തല്ലുണ്ടാക്കുന്ന നേരം ആ തള്ളക്കിനെ പോയിക്കാണ്ട് ചായ എടുത്ത് കാണാണ്ട് കുടിച്ച് പള്ളം നിറച്ചാലും മൂലക്കൽ പോയിക്കാണ്ട് കുത്തുന്ന അതിൻ്റെ പണി നോക്കിയാണ് ഇവിടെ പോയാൽ പോരെ. ഇതിപ്പോൾ എന്തായെന്ന് അറിയോ? ഇതിൻ്റെ ഭർത്താവോടെ ഒറ്റക്കായി, അതിന് മക്കളാണെന്നുണ്ടെങ്കിലോ അതോടെ ഒറ്റക്കായി. ഞാൻ മക്കൾക്ക് അമ്മ ഉണ്ടോ? ആ ഭർത്താവിന് ഇനി ഭാര്യ ഉണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ ഈ ഒരൊറ്റ ഒരു തള്ള കാരണം അങ്ങോട്ട് ഇല്ലാതായില്ലേ? ഇതൊക്കെ ഞാൻ ഇപ്പോഴും പറയണേ, ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണത്തിൽ പെട്ടുള്ള ഒരു കാരണമാണ് അമ്മായിമ്മയും മരുമോളും തമ്മിൽ നടക്കുന്ന പോരികളെ. ഇതേപോലെയുള്ള അമ്മായിമാർ കുറേ പെടുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പോഴും ഓരോ മരുമക്കള് കയറി ചെന്നുള്ള പെണ്ണുങ്ങൾ ഇപ്പോഴും മുണ്ടാൻ അങ്ങോട്ട് പറ്റാത്ത കോലത്തിൽ മുണ്ടാതോടെ മൂലക്കലോടെ കുത്തിറക്കുന്നുണ്ടാവും, തല്ലും കുത്തൊക്കെ വാങ്ങിയാണ്ട്. കാരണം ആർത്തർക്ക് തൊലിച്ചുകളായിട്ടുള്ള കുറേ തള്ളച്ചിമാർ ഇന്നും പെടണ്ടേ. എന്തായാലും ഇത്രയും വർഷം ഒരുമിച്ച് ആ വീട്ടിൽ അവിടെ നിന്നിട്ട് ഒരു ചായ കൊടുക്കാൻ വൈകുന്നതിൻ്റെ പേരിൽ മടങ്ങത്തിരുത്തിക്കാണ്ട് ആ മരുമോളാണ് കൊല്ലുക എന്നൊക്കെ പറയുമ്പം ആ തള്ളൊക്കെ എന്ത് തള്ളാണത്? അല്ലെങ്കിൽ എന്തിനാണ് കയറി വരുന്ന പെണ്ണുങ്ങളോട് പോയിക്കാണ്ട് ഇങ്ങനെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? അതൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇവിടെ പോലെയുള്ള ഈ തള്ളച്ചിനെ പോലെയുള്ള കുറേ തള്ളച്ചിമാർക്ക് എങ്ങനെയാണ് ഇപ്പോൾ കുട്ടികൾ ഇവിടെ ജീവിക്കുക സ്വന്തം അമ്മയില്ലാതെ? എന്തായാലും ഇപ്പോൾ ഈ തള്ളച്ചിനെ കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ആ മക്കൾ മാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെണ്ണുമുള്ള ഈ ഒരു തള്ളച്ച് വെക്കാണ്ട് ഞാൻ ഈ മാണെന്നുണ്ടെങ്കിൽ ആ മക്കൾ മാണെന്നുണ്ടെങ്കിൽ കൊന്നങ്ങോട്ട് കളയും.